നമ്മള് 7 പേരല്ലേ ആയിട്ടുള്ളൂ, ഇനി 2 പേര് വേണ്ടേ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ കാസർഗോഡേക്ക് പോവാണ് കേട്ടോ, വൈശാഖിൻ്റെ വീട്ടിലേക്ക്. അമ്മ ആഫ്റ്റർ 32 years ഓഫ് സർവീസ് റിട്ടയർ ആവാണ് നാളെ. സോ അതിനാണ് ഞങ്ങൾ പോകുന്നത്. പണ്ടത്തെ പോലെ ഇല്ല, 5 ഇരട്ടി വിലയായി. 25 രൂപയ്ക്ക് നമ്മള് പണ്ട് വാങ്ങിച്ചത്. എന്താ ബാലരമ്യ? ബലൂമിന്റെ ഷേപ്പ് മാറി ഇപ്പൊ കളിക്കൊടുക്ക പോലെ. നാട്ടില് കാല് കുത്തിയപ്പോഴത്തേക്കും വൈഷ്ണവിന് ഭയങ്കര നൊസ്റ്റു അടിച്ചു കേട്ടോ. അങ്ങനെ ആശാൻ പോയി ബാലരമ്യയും ബാലഭൂമിയും ഒക്കെ മേടിച്ച് വന്നിരിക്കും. ഉച്ചയ്ക്ക് എന്ത് കഴിക്കാൻ വേണമെന്ന് ആർക്കും ഒരു സംശയമില്ല. ബിക്കോസ് ഞങ്ങൾക്ക് 2 പേർക്കും പൊതിച്ചോറായിരിക്കും അച്ഛനും അമ്മയ്ക്ക് നല്ലോണം അറിയാം. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പൊതിച്ചോറ് കെട്ടി വെച്ചിരിക്കും. ഇന്നത്തെ സ്പെഷ്യൽ മീൻ പൊരിച്ചതും തോരനും തേങ്ങാ ചമ്മന്തിയും പിന്നെ പിക്കിളും ആയിരുന്നു, പിന്നെ ഒഴിച്ചു കറി. അപ്പൊ ഇന്ന് വേറെ കാര്യപരിപാടികളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ വന്നതിന്റെ ക്ഷീണത്തിൽ നല്ല റെസ്റ്റ് എടുത്തു. പിറ്റേന്നാണ് റിട്ടയർമെന്റിന്റെ പരിപാടി. ഇന്ന് റിട്ടയർമെന്റ് ആകുന്ന അമ്മയ്ക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. എന്താണ് പറയാനുള്ളത് റിട്ടയർമെന്റിനെ കുറിച്ച്? എന്താണ് വികാരം? സന്തോഷം. 32 വർഷത്തെ സർവീസ് എനിക്കിരുന്നു വളരെ സംതൃപ്തിയോടുകൂടി. പക്ഷെ അമ്മ ഭയങ്കര സങ്കടമുണ്ടല്ലോ മൊത്തത്തിൽ പറയുമ്പോൾ? സങ്കടമൊന്നുമില്ല തോന്നുന്നു. കാരണം എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാവും. അത് നമ്മൾ ആഘോഷിക്കുക. ജോയിൻ ചെയ്യുക, റിട്ടയർ ചെയ്യുക, ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അതിന്റെ ഇടയിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് വിരമിക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണെന്ന് കരുതുന്നു. ബൈ. ഈ വെക്കേഷൻ ടൈമിൽ റിട്ടയർ ആവുന്നതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ സ്കൂളിലുള്ളപ്പോഴേ അമ്മയ്ക്കൊരു റിട്ടയർമെന്റ് ഫംഗ്ഷൻ നടത്തിയിരുന്നു സ്കൂളിൽ വെച്ച്. അതിന് കിട്ടിയ മൊമെന്റോസ് ആണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത്. ഇത് അച്ഛനും അമ്മയും മൂന്നാർ പോയപ്പോൾ എടുത്ത ഫോട്ടോസാണ്. പിന്നെ അവരുടെ ഫാമിലി പിക്ചേഴ്സ്, നമ്മളുടെ കല്യാണം കഴിഞ്ഞേക്കൊക്കെ മുന്നേ എടുത്ത ഫാമിലി ഫോട്ടോസ്. ആതിരയും വൈശാഖം ജനിച്ചു വളർന്ന വീടാണ് കേട്ടോ ഇത്. ഞാനും വൈഷവും കൂടിയാണ് അമ്മേനെ ഇന്ന് സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുന്നത്. ഒഫീഷ്യലി ഇന്ന് സ്കൂളിലെ ലാസ്റ്റ് ഡേ ആണ് അമ്മയ്ക്ക്. 32 years ആണ് അമ്മ ഈ സ്കൂളിൽ വർക്ക് ചെയ്തത്. അതിൽ ലാസ്റ്റ് 10 years അമ്മ ഈ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോയത് ഞാനും വൈശാഖും അച്ഛനുമാണ്. അപ്പൊ വൈശാഖിന് 10 മാസം പ്രായമേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഇപ്പൊ 32 വർഷത്തിന് ശേഷം വിരമിക്കുന്ന ദിവസവും ഇവര് രണ്ടാളും പിന്നെ അവന്റെ ഭാര്യയും കൂടി ഉള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഇന്ന് വൈകിട്ട് അമ്മയുടെ റിട്ടയർമെന്റ് പാർട്ടി ഉണ്ട് വീട്ടില്. ഇന്ന് വൈകിട്ട് അതാണ് പരിപാടി. ടീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്, പിന്നെ അമ്മയുടെ പഴയ കൊളീഗ്സ്, അങ്ങനെ കുറെ വീട്ടിനടുത്തുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. സോ ഇതാണ് അമ്മ ഇത്രയും നാളും വർക്ക് ചെയ്ത സ്കൂള്. ഞാൻ വരുന്നു. ഞാൻ എൻ്റെ സ്കൂൾ ജീവിതം കഴിഞ്ഞതിന് ശേഷം ഒരു സ്കൂളിൽ കാല് കുത്തുന്നത് ആദ്യമായിട്ടാണ്, അതും അമ്മയുടെ റിട്ടയർമെന്റ്. ഇതാണ് അമ്മയുടെ ഓഫീസാ? ഞാൻ ഇതുവരെ കാണാണ്ടിരുന്നത്. നല്ല ആർട്ട് വർക്ക് ഇതാര് ചെയ്തതാ? ആണ്. നല്ല രസമുണ്ട് കാണാൻ. ഫ്രീഡം ഫൈറ്റേഴ്സ് ആൻഡ് നമ്മുടെ ആർട്ട് ഫോംസ്. ഇതാണ് അമ്മയുടെ ഓഫീസ്. ലാസ്റ്റ് ദിവസം ഓഫീസ് തുറക്കുന്ന എച്ചമ്മ. അമ്മേനെ പിള്ളേർ വിളിക്കുക എച്ചമ്മ എച്ചമ്മ എന്നാണ്. എച്ചമ്മേ. ഓടി വന്നിട്ട് എച്ചമ്മ എന്നെ ചേർക്കച്ചമ്മ, എന്നെ ഉമ്മയുടെ ഉമ്മ വരുന്നുണ്ട്, എച്ചമ്മ ചേർക്ക്. ഓടി വന്നു അവളെ കൂടി ചേർത്തതിന് ശേഷമാണ്. ഇനി അഡ്മിഷൻ ഉണ്ടോ ഈ കൊല്ലം? ഞാനിപ്പോ ജൂണില് ക്ലാസ് തുറക്കല്ലേ അല്ലേ? ജൂണില് ക്ലാസ് തുറക്കല്ലേ? ഇവിടെ ഏത് ക്ലാസ് വരെയുള്ള? 7th വരെയല്ലേ അമ്മ? 7th വരെ. 1st തൊട്ട് 7th വരെ അല്ലേ? ദിവസത്തെ അറ്റൻഡൻസ്. റൈസ് സാമ്പാർ തോരൻ. എനിക്ക് അവൽ മിൽക്ക് കുടിക്കണം. ഇതാണ് കേട്ടോ സ്കൂളിന്റെ ഒരു ക്വിക്ക് ടൂറ്. അപ്പുറത്ത് പുതിയ ബിൽഡിങ്ങും ഉണ്ട്. ഞാൻ ഇത്രയും കൊല്ലമായിട്ട് ഇവിടെ ആദ്യമായിട്ടാണ് വരണത്. അമ്മയ്ക്ക് ഇവിടെ ചെറിയ രീതിക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പപ്പായ, പൈനാപ്പിൾ, പിന്നെ കുറച്ച് അത്യാവശ്യമുള്ള വെജിറ്റബിൾസും വളർത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഐഷു തന്നുവിട്ട് ഒരു പാർസൽ അയക്കാനുണ്ടായിരുന്നു. സോ അത് കൊറിയർ ചെയ്യാൻ പോയി അവളുടെ വീട്ടിലേക്ക്. AO ഓഫീസിൽ വരാറുണ്ടായിരുന്നു എന്തൊക്കെയോ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാണ് നമ്മളിപ്പോൾ അമ്മേനെ. അമ്മ വന്നിട്ട് അമ്മേനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ പോകണം. വൈകിട്ട് ടീച്ചേഴ്സൊക്കെ, അമ്മയുടെ എക്സ് കൊലീഗ്സ്, ഇപ്പോഴത്തെ ഉള്ള ടീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഒരു പാർട്ടി ഉണ്ട് വീട്ടിൽ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. സോ ഇതൊരു കുട്ടി അമ്മയുടെ റിട്ടയർമെന്റ് ഡേ വ്ളോഗാണ്.
വൈഷുവിനെ എന്നെയും കാണുമെന്ന് പറഞ്ഞിട്ട് നമ്മളും പോയി എയ്യോനെ മീറ്റ് ചെയ്യാൻ. പിന്നെ അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് കൊലീഗ്സിനെയൊക്കെ മീറ്റ് ചെയ്തു. എന്നിട്ട് അമ്മേനെ സ്കൂളിൽ കൊണ്ടാക്കി നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. എനിക്ക് കുറച്ചുകൂടി ബാലരമയും ബാലഭൂമിയൊക്കെ വായിച്ച് തീർക്കാനുണ്ടായിട്ടോ. വൈകിട്ടായപ്പോഴത്തേക്കും ചെയർ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളൊരു 100 പേരെയാണ് ഈ ഫംഗ്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പുറത്ത് ഫുൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവർ ഫുഡൊക്കെ കൊണ്ടുവയ്ക്കാൻ വരും. നമുക്ക് അമ്മേനെ കൂട്ടിയിട്ട് വരാം സ്കൂളിൽ നിന്ന്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അമ്മ ഫുള്ള് സെറ്റായി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ഇറങ്ങാൻ. കുറേ നാളത്തെ സർവീസിന് ശേഷം ഇവരുടെ അടുത്തൊക്കെ ബായ് പറയുമ്പോഴത്തേക്കും കുറച്ചൊരു സങ്കടമൊക്കെ ഉണ്ട് ആളുടെ മുഖത്ത്. സങ്കടം ഉണ്ട്, പക്ഷേങ്കിലേ അതിനേക്കാളും കൂടുതൽ സന്തോഷം. നാളെ ഇത് പറയൂ. 32 വർഷവും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റിയില്ലേ സർവീസ്, അതിന്റെ സന്തോഷം, അതിന്റെ കണ്ണീര്. മുൻപേ പടിയിറങ്ങിയവര് അങ്ങനെ അവിടെ നിന്ന് എല്ലാവരോടും ബായൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. ഒരു 15 to 20 minutes ഡ്രൈവ് ഉണ്ട് നമ്മൾക്ക് വീട്ടിലേക്ക്. വീട്ടിലെത്തിയപ്പോഴത്തേക്കും വല്യച്ഛനും വല്യമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അതായത് അമ്മയുടെ സിസ്റ്ററും ഹസ്ബൻഡും. അമ്മയുടെ സ്കൂളിൽ നിന്നുള്ള എല്ലാവരും വരുന്നുണ്ടായി നമ്മളുടെ ബാക്കിൽ തന്നെ. അങ്ങനെ അവരൊക്കെ എത്തിയിരിക്കുകയാണ്. കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. കുറേ കഥകളും വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരിറങ്ങി. അങ്ങനെ അവരെ യാത്ര അയക്കുന്ന സീനാണിത്. അപ്പൊ ശരി. രാത്രി ആയപ്പോഴത്തേക്കും നമ്മുടെ നെയ്ബേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. ഞാൻ എല്ലാവരോടും ഭയങ്കര കമ്പനി ആയിട്ടോ. ഹലോ, എന്താണ് പരിപാടി? ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു. എല്ലാവരും പോയി തുടങ്ങി. രാത്രി ഒരു 10:30 ആവാനായിട്ടോ. 10:30 ഇപ്പോഴെല്ലാവരും ഇറങ്ങിയത്. കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് അമ്മയുടെ കഥയൊക്കെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു. അങ്ങനെ നല്ല ടയർഡാണ്. ഇനി അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല, അപ്പം അത് കൊടുക്കണം. എല്ലാം ഗംഭീരമായിട്ട് നടക്കും. ആർ യു ടയർഡ്? വെരി ടയർഡ് സെറ്റ്. ടയർഡാണോ? അതെ, രാവിലെ ശീലത്തിന്റെ പുറത്ത് അമ്മ എണീറ്റ് പോകുന്ന തോന്നുന്നുണ്ട്. അല്ലല്ല, അമ്മ രാവിലെ ശീലത്തിന്റെ പുറത്ത് എണീറ്റ് സ്കൂളിൽ പോകുന്ന. ഇങ്ങോട്ട് വരാമോ? നമ്മളെല്ലാരും കൂടി മേടിച്ചത് തന്നെ. കമ്മല്, ഡയമണ്ട്. കറക്റ്റ് അല്ലേ അമ്മ? കയ്യിൽ കയറുന്നില്ലേ? കറക്റ്റ് അല്ലേ? ഇഷ്ടപ്പെട്ടോ? 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 പറഞ്ഞില്ലെന്ന്. നല്ല കമ്മല്, ലാപ്ടോപ്പ്, ഫോണ് എല്ലാം കൊടുത്തു. ഫോൺ ഇവര് രണ്ടാളും കൂടി രണ്ടല്ല 4 പേര്. അങ്ങനെ പറയണം. 4 പേരും. ഗിഫ്റ്റ് ഒക്കെ കിട്ടിയ ആള് ഭയങ്കര ഹാപ്പിയായി. ആതിരാനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാനുണ്ടായി. അമ്മ ഇങ്ങനെ ഇടയ്ക്ക് പറയാനുണ്ടായി കേട്ടോ. എന്നാലും നിനക്ക് വരാൻ പറ്റിയില്ലല്ലോ. അമ്മയുടെ റിട്ടയർമെന്റ് എന്ന് പറയുന്ന ഒരു വലിയ. അമ്മയ്ക്ക് ഒരു ലാപ്ടോപ്പും ഫോണും കൂടി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ സെറ്റ് ചെയ്ത് തരാൻ വേണ്ടി അമ്മ ഇങ്ങനെ പറയുമായിരുന്നു. ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ് ആൻഡ് ടേക്ക് കെയർ.